മോദിജി വളരെ വലിയൊരു പാർലമെന്റ് ബിൽഡിംഗ് കെട്ടി അവിടെ ഇരിക്കാനായിട്ട് ഏകദേശം 1000 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. രാഷ്ട്രീയം മുഴുവൻ കോൺഗ്രസിന്റെ പാരമ്പര്യമാണ്. കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ കാലം ഭാരതം ഭരിച്ചിരുന്നത്. ഇപ്പോഴത്തെ പുതിയ ഈ ഒരു നാരി ശക്തി അധിനിയം എന്ന് പറയുന്ന സ്ത്രീകളുടെ 33% അസംബ്ലിയിലും പാർലമെന്റിലും വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പൊതുവെ എല്ലാ സ്ത്രീകളും പറഞ്ഞു ഞങ്ങൾ കാത്തിരുന്ന് മതിയായി. ഞങ്ങൾക്ക് 2023 പാസ്സായ നിയമമാണ്. 3 വർഷമായിട്ടും ഇതിന് വേണ്ടി ഒന്നും നടപ്പിലാക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഒരാൾക്ക് ഒരു വോട്ട്, ആ വോട്ടിന് ഒരു മൂല്യം, 1 person 1 vote 1 value എന്ന് പറയുന്നത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഉള്ളതാണ്. എന്താണ് ഈ വാല്യൂ? ഒരാൾ ഒരു വോട്ട്, അത് ശരി, ഒരാൾക്ക് 2 വോട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒരാൾക്ക് ഒരു വോട്ട്. പക്ഷെ എന്താണ് വാല്യൂ എന്ന് പറയുന്നത്? വളരെ എളുപ്പം പറഞ്ഞു തന്നാൽ, നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന ഒരു വോട്ടിൻ്റെ വില ആയിരിക്കത്തില്ല UP-യിൽ ചെയ്യുന്ന വോട്ടിൻ്റെ വില. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഇവിടുത്തെ ഒരു MP-ക്ക് വേണ്ടി വോട്ട് ചെയ്ത 15 ലക്ഷം ആൾക്കാരുടെ വേണ്ടിയിട്ടാണ് ഒരു MP. ഒരു നിയോജക മണ്ഡലത്തിൽ 15 ലക്ഷം ആൾക്കാരാണെന്ന് വിചാരിച്ചു. UP-യിൽ അത് 38 ലക്ഷമാണ്. ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ 38 ലക്ഷം ആൾക്കാർക്കാണ് ഒരു MP വരുന്നത്. അപ്പോൾ ആ ഒരു MP-ക്ക് വേണ്ടി ഒരാൾ ചെയ്യുന്ന വോട്ട് UP-യിലെയും കേരളത്തിലെ 15 ലക്ഷം പേർക്ക് വേണ്ടി ഒരാൾ ചെയ്യുന്ന വോട്ട് 15 ലക്ഷം ആൾക്കാർ ചേർന്ന് ഒരാളെ എടുക്കുന്നു, 38 ലക്ഷം ചേർന്ന് ഒരാളെ എടുക്കുന്നു. രണ്ടിൻ്റെയും വാല്യൂ വ്യത്യാസമില്ലേ? മൂല്യത്തിൽ വ്യത്യാസം വരുന്നില്ലേ? നമ്പർ ശരിയല്ലാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വാല്യൂ ശരിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യുന്നത്. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കും. പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങൾ, അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ആയിട്ട് തിരിക്കുന്നത് നമ്പറുകൾ ഏകദേശം ഒരുപോലെ ആകാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രൊപ്പോർഷണൽ ആകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു MP എന്ന് പറഞ്ഞാൽ ഏകദേശം 20 ലക്ഷം ആൾക്കാർ ആ MP-ക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഒരു MLA എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മുതൽ 3 ലക്ഷം ആൾക്കാർ വരെ ആ MLA-ക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ പ്രൊപ്പോർഷൻ കേരളം ഇന്ത്യ മൊത്തം അങ്ങനെ ആകണം. അതിനുവേണ്ടി പോപ്പുലേഷൻ കുറഞ്ഞും കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരുപാട് പോപ്പുലേഷൻ കൂടിയിട്ടുണ്ടാവും, ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ സെൻസസിൻ്റെ ബേസിസിൽ നമ്മളതിനെ പുനർക്രമീകരിക്കും. പുനർനിർണയിച്ച് 15 ലക്ഷം പേര് അവിടെ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ടാക്കി ഇത്രയും ഇവിടെയും കൂടെ ഈ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലും ഏകദേശം ഒരുപോലെയുള്ള പോപ്പുലേഷൻ ആക്കും. അതിനെയാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. വ്യക്തമായോ? നമ്മുടെ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെ ഒരു ഡീലിമിറ്റേഷൻ ഈ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് നടന്നു. 100 കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ, അതായത് 100 വാർഡുകൾ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കീഴിലുണ്ടായിരുന്നത് 101 ആക്കി കൂട്ടി. കാരണം പോപ്പുലേഷൻ കൂടി. അതുകൊണ്ട് 100 കൗൺസിലർമാരല്ല 101 കൗൺസിലർമാർ വേണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് വാർഡ് പുനർവിഭജനം നടത്തി 101 കൗൺസിലർമാരുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ ലോക്സഭയിൽ, അതായത് പാർലമെൻറ്റിൽ ഇപ്പോഴും 543 MP-മാർ മാത്രമേ ഉള്ളൂ. പോപ്പുലേഷൻ വളരെയധികം 71 ശേഷം വളരെയധികം കൂടിയിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് അത് കൂട്ടാത്തത്? പുതിയ ഒരു ലോക്സഭ പാർലമെൻറ്റ് ബിൽഡിംഗ് കെട്ടിയത് അറിയാമല്ലോ അല്ലേ? പുതിയ പാർലമെൻറ്റ് ബിൽഡിംഗ് കെട്ടി മോദിജി വളരെ വലിയൊരു പാർലമെൻറ്റ് ബിൽഡിംഗ് കെട്ടി അവിടെ ഇരിക്കാനായിട്ട് ഏകദേശം 1000 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ 500 പേര് മാത്രമേ അതിനകത്തുള്ളൂ, 543 പേരേ ഉള്ളൂ. എന്താ അതിൻ്റെ കാരണം? കാരണം ഭാവിയിൽ MP-മാരുടെ നമ്പർ കൂടാതിരിക്കാൻ നിർവാഹമില്ല, എന്തായാലും കൂടണം. ഇപ്പോൾ കൂടിയില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും കൂടും. അപ്പോൾ കൂടുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാർലമെൻ്ററി മന്ദിരം കെട്ടിയിട്ടത്. ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ 543 MP-മാരേ ഉള്ളൂ. ആളുകളുടെ നമ്പർ കൂടി വരുന്നു, പക്ഷേ MP-മാരുടെ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഇല്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് 1900 കൃത്യമായിട്ട് കണക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് റെഫർ ചെയ്യണം. കാരണം ഇതിനെല്ലാം പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഈ ഭാരതം ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയം മുഴുവൻ കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ്. കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ കാലം ഭാരതം ഭരിച്ചിരുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ത്രിതല പഞ്ചായത്തുകളുടെ അതിന് മുമ്പായിട്ട് വളരെ പുറകോട്ട് പോകണം. ശരി, അപ്പോൾ
1 person 1 voter 1 value എന്ന് പറയുന്ന ആർട്ടിക്കിൾ 81 ആർട്ടിക്കിൾ 81 ഭാരത ഭരണഘടനയിലെ പറയുന്നുണ്ട്. ഓരോ എം പിമാർക്കും അതിനനുസരിച്ചിട്ടുള്ള പ്രപ്പോർഷനുള്ള ആളുകൾ ഉണ്ടാവണമെന്ന്. കുറേ ഇവിടെ 20 പേരാണ്, 20 ലക്ഷം ആൾക്കാർക്കാണ് ഒരു എം പി എന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് 40 ലക്ഷം പേർക്ക് ഒരു എം പി എന്നുള്ളത് വരാൻ പാടില്ല. അതുകൊണ്ട് റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ വേണം എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ ഡീലിമിറ്റേഷൻ ആദ്യത്തെ സെൻസസിന് ശേഷം നടന്നതാണ്. 1973 ഇപ്പോൾ 71 സെൻസസിന്റെ ബേസിസിലാണ് 543 പേര് എന്നുള്ളത് നിജപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 1971 തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം, ഇത് 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം ഈ നമ്പർ, എം പിമാരുടെ നമ്പർ ഫ്രീസ് ചെയ്തു. 25 വർഷത്തേക്ക് ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മരവിപ്പിച്ചു. ഈ 543 പേര് എന്ന് പറയുന്നത് 25 വർഷത്തേക്ക് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് മരവിപ്പിച്ചു വെച്ചു. എൻ്റെ കാരണം പറയുന്നത്, പോപ്പുലേഷൻ അനുസരിച്ച് കൂടിയും കുറഞ്ഞും വന്നു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ എം പിമാരുടെ നമ്പർ കൂടും, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എം പിമാരുടെ നമ്പർ കുറയും. അതുകൊണ്ട് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പോപ്പുലേഷൻ ഞങ്ങൾ കൺട്രോൾ ചെയ്തു, പക്ഷെ എന്നാലും ഞങ്ങളെ ശിക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്നതാണ് അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാലും 25 വർഷത്തേക്ക് അത് ഫ്രീസ് ചെയ്തു വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും 25 വർഷത്തിന് ശേഷം ഒരു സെൻസസ്, ഒരു 2001 സെൻസസിന് ശേഷം 2001 മുതൽ 2026 വരെ ഇത് വീണ്ടും 25 വർഷത്തേക്ക് ഫ്രീസ് ചെയ്തു. അത് ഭരിച്ചിരുന്നത് വാജ്പേയി ആയിരുന്നു. വാജ്പേയി സർക്കാരിൻ്റെ സമയത്താണ് 2021 വീണ്ടും ഇത് 25 വർഷത്തേക്ക് മരവിപ്പിച്ചത്. അതിൻ്റെ വീണ്ടും കാരണം ഇതുതന്നെയായിരുന്നു. സെൻസസിൻ്റെ ബേസിസിൽ ഡീലിമിറ്റേഷൻ നടത്താനുള്ള പ്രതിഷേധം, ഒരു വലിയ രീതിയിൽ പോപ്പുലേഷൻ കൺട്രോൾ നടത്തണം എന്ന് പറഞ്ഞ് ആളുകൾ മുന്നോട്ട് വരുന്നു. അതിനുള്ള പ്രതിവിധികൾ കേന്ദ്രത്തിൽ നിന്ന് ചില സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നു, വലിയ വലിയ പദ്ധതികൾ നടക്കുന്നു. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ഡീലിമിറ്റേഷൻ വരരുത്, നമ്പറുകൾ കൂടരുത് എന്ന് പറഞ്ഞു വെച്ചു. പക്ഷേ അതിന് ശേഷം 2002 ഒരു ഡീലിമിറ്റേഷൻ നടന്നു. കേരളത്തിലും നടന്നു, മറ്റ് സംസ്ഥാനങ്ങളിലും നടന്നു. അതിൻ്റെ ബേസിസിൽ ഇവിടെ ചില മാറ്റങ്ങൾ വന്നു. ചില അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ഇല്ലാതായി, ചില ജില്ലകളിൽ നമ്പർ കൂടി, എം എൽ എമാരുടെ എം പിമാരുടെ നമ്പർ കൂടി, ചില സ്ഥലങ്ങളിൽ എം പിമാരുടെ എം എൽ എമാരുടെ നമ്പർ കുറഞ്ഞു. പക്ഷേ ടോട്ടൽ നമ്പർ 543 മാത്രമായിട്ട് നിജപ്പെടുത്തി. പിന്നെ സ്പെഷ്യൽ കാറ്റഗറി എസ് സി എസ് ടി മെമ്പർമാരുടെ നമ്പറും കൂട്ടി. അപ്പം അങ്ങനെ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു സാധനം വന്നെങ്കിൽ പോലും ഇത് നമ്പർ അതുപോലെ തന്നെ തുടർന്നു. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഈ ഒരു നാരി ശക്തി അധിനിയം എന്ന് പറയുന്ന സ്ത്രീകളുടെ 33% അസംബ്ലിയിലും പാർലമെൻറ്റിലും വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പർ വെച്ച് പറ്റില്ല എന്ന ഒരു പ്രതിഷേധം വന്നതുകൊണ്ട് വിവിധ പാർട്ടികൾ പറഞ്ഞു, സ്ത്രീകളെ 33% ഇപ്പം തന്നെ ഉൾപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ എം പിമാരുടെ നമ്പർ കുറയും, ആണുങ്ങൾക്ക് കിട്ടുന്ന ജനറൽ സീറ്റ് കുറയും, അതുകൊണ്ട് അത് 850 ആക്കണം എന്ന് പറഞ്ഞ് 850 സീറ്റുകളാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 33% സ്ത്രീകൾക്ക് പോയി കഴിഞ്ഞാൽ ഈ നേരത്തെയുള്ള നമ്പർ ഓഫ് എം പിമാർ പുരുഷന്മാർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ സെൻസസിൻ്റെ ബേസിസിൽ മാത്രമേ പറ്റുള്ളൂ. 2026 നടക്കാനായിട്ട് ഇപ്പോൾ ഉത്തരവിട്ട സെൻസസിൻ്റെ ബേസിസിൽ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ 2029 വരുന്ന തെരഞ്ഞെടുപ്പ്, എന്ത് തെരഞ്ഞെടുപ്പ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2029 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ അല്ലേ? ആ തെരഞ്ഞെടുപ്പിൽ ഇത് നിയമത്തിൽ നടപ്പിലാകാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഒരു 5 വർഷവും കൂടെ കാത്തിരിക്കണം. 2034 വരുന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമേ അത് പ്രാവർത്തികമാവുകയുള്ളൂ. എന്തായാലും അപ്പോഴത്തേക്ക് ആവും. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് വേണം എന്ന് നമ്മുടെ സർക്കാർ തീരുമാനിച്ചത്? ഒന്നാമത്തെ കാര്യം, സ്ത്രീകളുടെ ആവശ്യം. പൊതുവെ എല്ലാ സ്ത്രീകളും പറഞ്ഞു ഞങ്ങൾക്ക് കാത്തിരുന്ന് മതിയായി, ഞങ്ങൾക്ക് 2023 പാസ്സായ നിയമമാണ്, 3 വർഷമായിട്ടും ഇതിന് വേണ്ടി ഒന്നും നടപ്പിലാക്കാനായിട്ടൊന്നും ചെയ്യുന്നില്ല,
സെൻസസ് നടത്തുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 2029 തെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് 33.5% വേണമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദിജി സ്ത്രീകളെ വളരെയധികം ആദരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടത്തിയിട്ടുണ്ട് ഭാരതത്തിലുടനീളം. വളരെയധികം എല്ലാ ഭാരതീയ സ്ത്രീകളും എൻ്റെ സഹോദരിമാരാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പെരുമാറുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്കൊരു വലിയ ഉദാഹരണമായിട്ട് കണക്കാക്കാം. അതുപോലെ ട്രിപ്പിൾ തലാക്ക് നിരോധിച്ചത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ചെയ്ത വലിയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം അമ്മമാർക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ത്രീ ശക്തി, നാരി ശക്തി നിയമങ്ങളും, കുട്ടികളുടെ ചെറിയ കുട്ടികൾക്ക് തന്നെ വിദ്യാഭ്യാസം, ജനിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, കൂടാതെ രണ്ടാമത്തെ പ്രാവശ്യം ഒരു അമ്മ ഗർഭിണിയായി പെൺകുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ മാസം തോറും കിട്ടുന്ന ധനസഹായത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചതും, ഇതെല്ലാം പല പല തരത്തിലുള്ള 40-40 പ്രത്യേക പദ്ധതികൾ നാരികൾക്ക് വേണ്ടി, നാരി ശക്തിക്ക് വേണ്ടി നരേന്ദ്രമോദിജി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഒരു കാര്യവും കൂടി അദ്ദേഹത്തിന് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് നിയമം പാസ്സായി 2023. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി, അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ എണ്ണം കൂട്ടണം, എം പിമാരുടെ എണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഡീലിമിറ്റേഷൻ നടക്കണം. ആ ഡീലിമിറ്റേഷൻ നടക്കണമെങ്കിൽ വരാൻ പോകുന്ന സെൻസസ് വെച്ച് നടന്നാൽ പറ്റില്ല. അതുകൊണ്ട് 2011 സെൻസസ് വെച്ച് നമുക്കത് ചെയ്യാം എന്ന ഒരു പ്രപ്പോസലാണ് 16-ാം തീയതിയും ഏപ്രിൽ 16-ാം തീയതി, ഒരു മാസം മുമ്പ്, ഏപ്രിൽ 16-ാം 17-ാം തീയതി 2 ദിവസം സ്പെഷ്യൽ സെഷൻ കൂടിയിട്ടാണ് നാരി ശക്തി അധിനിയമത്തിൻ്റെ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് 131-ാം അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. ഈ 131-ാം അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പീരിയഡ് മാറ്റിക്കൊണ്ട് 2011 സെൻസസ് വെച്ച് ഡീലിമിറ്റേഷൻ പ്രക്രിയ തുടങ്ങിയാൽ ആ ഡീലിമിറ്റേഷൻ്റെ കാര്യം പെട്ടെന്ന് നടക്കുമല്ലോ, 1-2 വർഷങ്ങൾ കൊണ്ട് നടക്കും. 2029 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 33.5% സ്ത്രീകൾക്കുള്ള സംവരണം പ്രഖ്യാപിക്കാൻ സാധിക്കും. പക്ഷെ ആ ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്ത കോൺഗ്രസും CPM, ഇന്ത്യ മുന്നണി എതിർ കക്ഷികളെല്ലാവരും കൂടെ. കാരണം ഇത് പാസ്സാവണം, എന്തൊരു കാര്യവും ഒരു നിയമം പാസ്സാവണം എന്നുണ്ടെങ്കിൽ 2/3 മെജോറിറ്റി വേണം. 3/2 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാവുള്ളൂ. അപ്പോൾ അതില്ലാത്തത് കൊണ്ട്, അത്രയും പേരത് വോട്ട് ചെയ്യാത്തത് കൊണ്ട് ഇത് പാസ്സായില്ല, അത് തള്ളിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. കാരണം ഇത് പാസ്സാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്തായാലും ഭാവിയിൽ അത് ചെയ്യും, എന്തുകൊണ്ട് ഇപ്പോഴേ ചെയ്തുകൂടാ എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്.